ദൈവസ്നേഹം ചൊല്ലാനാവില്ലെനിക്ക്, വർണ്ണിച്ചതു തീർക്കാനാവില്ലെനിക്ക്. ദൈവസ്നേഹം ചൊല്ലാനാവില്ലെനിക്ക്, വർണ്ണിച്ചതു തീർക്കാനാവില്ലെനിക്ക്. സംതൃപ്തി ഉണ്ടെങ്കിൽ ഇന്നത്തേക്കുള്ളതുണ്ടെങ്കിൽ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. നാളത്തേക്കില്ല, ഇല്ലെങ്കിൽ ഇല്ല. നാളെ ഇല്ലെങ്കിൽ അന്ന് അതെൻ്റെ മെനുവിലില്ലെന്ന് ഞാൻ ചിന്തിക്കും. അതെൻ്റെ മെനുവിലില്ല. എൻ്റെ മെനുവിലുള്ളത് എനിക്ക് ഇന്ന് കർത്താവ് തന്നിട്ടുണ്ട്, എൻ്റെ മെനുവിലുള്ളത്. അപ്പോൾ എന്തൊരു സംതൃപ്തി ആയിരിക്കും. ഇല്ലെങ്കിൽ ഈ ആർത്തിയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ അവരെ പോലെ ഇവരെ പോലെ അങ്ങനെ പോലെ ഇങ്ങനെ പോലെ. എന്ത് കാര്യത്തിനായി കിടന്ന് ചാകാൻ തുടങ്ങുന്നത്? എന്ത് കാര്യത്തിന്? എനിക്ക് ഞാനായാൽ മതി, എനിക്ക് വേറെ ആരും ആകണ്ട. കാര്യം എന്നെ ദൈവം ഞാനാകാനായിട്ട് അവിടെ ആക്കിയിരിക്കുന്നു, അല്ലാതെ എന്നെ ബലിഗ്രഹമാക്കാനൊന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല. എന്നെ ബന്യഹീനാക്കാനും ദൈവം ആഗ്രഹിക്കുന്നൊന്നുമില്ല. ബോംബെ വെച്ചൊരു, ഇപ്പോഴല്ല കുറേ വർഷം മുമ്പ് ബന്യഹീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ വെച്ച് ഞാനിങ്ങനെ പിള്ളേരുടെ ഒരു ക്യാമ്പിൽ പറഞ്ഞു, എനിക്ക് ബന്യഹീനൊന്നും ആകണ്ട. അപ്പോൾ എല്ലാവർക്കും വന്ന് ബന്യഹീനാകണ്ട, ഇപ്പോഴാർക്കും ബന്യഹീനാകണ്ട. പക്ഷേ അന്ന് എല്ലാവരും ബന്യഹീനാകാൻ നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ബന്യഹീനൊന്നും ആകണ്ട. പിന്നെ അവർ ചോദിച്ചു അതെന്താ? അപ്പം ഞാൻ പറഞ്ഞ്, അല്ല ഞാനിപ്പോൾ നിശ്ചയിച്ചാലും ഞാൻ ബന്യഹീനാകത്തില്ലല്ലോ. ഓ അതാ കാര്യമല്ലേ. ഞാൻ പറഞ്ഞു അത് തന്നെയല്ല, പിന്നെ ഞാൻ എത്ര നിശ്ചയിച്ചാലും ബന്യഹീനാകത്തില്ല എന്നതുപോലെ ബന്യഹീൻ തലയും കുത്തി നിന്നാലും സാജു ആകത്തുമില്ല. അതിന് ബന്യഹീൻ വേറെ ജനിക്കണം സാജു ആകണമെങ്കിൽ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ദൈവം എന്നെക്കുറിച്ച് ഞാൻ സാജു ആകാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഞാൻ ബലിഗ്രഹമാകാനല്ല ഉദ്ദേശിക്കുന്നത്. ദൈവം നിങ്ങളെക്കുറിച്ച് നിങ്ങളാകാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെന്തിനാ വല്ലവരും ആകാൻ നോക്കുന്നത്? നിങ്ങളുടെ അയലോക്കക്കാരനെ പോലെ എന്തിനാകുന്നത്? നിങ്ങളെന്തിനാണ് നിങ്ങളുടെ കൂട്ടുവിശ്വാസിയെ പോലെ ആകുന്നത്? നിങ്ങളെന്തിനാണ് നിങ്ങളുടെ പാസ്റ്ററെ പോലെ ആകുന്നത്? നിങ്ങളാകാൻ നോക്ക്. നിങ്ങളെന്തിനാണ് നിങ്ങളുടെ ഓഫീസിൻ്റെ ബോസിനെ പോലെ ആകുന്നത്? നിങ്ങളാകാൻ നോക്ക്. അങ്ങനെ വരുമ്പോൾ എന്താ? ഞാൻ സംതൃപ്തനാണല്ലോ. ഐ എം സാറ്റിസ്ഫൈഡ്, ഐ എം കണ്ടന്റ്. ഞാൻ സംതൃപ്തനാണ്. സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാച് എൻ്റെ അടുത്ത് വന്ന് എന്തോ പറയാനാ? നീ അവനെ നോക്ക്. പ്രൈസ് ദി ലോർഡ്. എന്താ പ്രൈസ് ദി ലോർഡ്? എടാ അവൻ കണ്ടില്ല ഇതെല്ലാം ഈയിടെ പുതിയ വണ്ടി വാങ്ങിച്ചു. അതാ പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. എനിക്കും വല്ലപ്പോഴും കയറാമല്ലോ. വഴിയെ ഞാൻ ബസ് കാത്ത് നിൽക്കുമ്പോൾ അവൻ വണ്ടി കൊണ്ട് വരുമ്പോൾ എനിക്കൂടെ ഒന്ന് കയറാമല്ലോ, എന്നെ കയറ്റുമല്ലോ അല്ലേ? ദാറ്റ്സ് ഗുഡ്. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവന് പുതിയ വീട് കിട്ടി. എടാ വാടക വീടാകുമ്പോൾ ടാക്സ് കൊടുക്കണ്ടല്ലോ, അവൻ കൊടുത്തോളൂല്ലോ. ഇതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ, വാടകയും കൊടുത്താൽ പോരായോ? എന്തോന്ന് ഈ പറയുന്നത് പോലെ എനിക്ക് സ്വന്തമായിട്ട് വീട് വേണമെന്ന് എന്തിന് ഞാൻ ഈ നിർബന്ധം പിടിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുതലല്ലേ, കുറയൊന്നുമല്ലല്ലോ. വാടക വീട്ടിൽ കഴിയുന്നതിനേക്കാളും കൂടുതൽ റെസ്പോൺസിബിലിറ്റി അല്ലേ സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോഴത്തേക്ക്. സ്വന്തമായിട്ട് ദൈവം നിനക്കൊരു വീട് തന്നാൽ എടുത്തോ, എനിക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ ഇല്ല എന്ന് പറഞ്ഞ് കരയാനൊന്നും എന്നെ കിട്ടത്തൊന്നുമില്ല. ഞാൻ ആരെങ്കിലും വീട് പണിയുന്നതോ വീട് വാങ്ങിക്കുന്നതോ തെറ്റാണെന്നൊന്നും പറഞ്ഞതല്ല കേട്ടോ. ബട്ട് വാട്ട് ഐ സെഡ്, ഇല്ല എന്ന് പറഞ്ഞ് കരയാനൊന്നും എന്നെ കിട്ടത്തില്ല. എനിക്ക് വീട് വേണമെങ്കിൽ ദൈവം തരും, ഇല്ലയോ എൻ്റെ മെനുവിലില്ല. അത്രയേ ഉള്ളൂ. എൻ്റെ മെനുവിലുള്ള സാധനമൊക്കെ അതാത് സമയത്ത് കർത്താവ് തന്നിരിക്കും. എനിക്ക് വണ്ടി വേണമെങ്കിൽ ആര് തരും? കർത്താവ് തരും. അതല്ലാതെ ഞാൻ മറ്റൊരാളെ കണ്ട് അയാളാകാൻ നോക്കിയാൽ ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം എനിക്ക് എപ്പോഴും നമ്മൾ പാവപ്പെട്ടവരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും മനസ്സിന് സമാധാനം ഉണ്ടാകത്തില്ല. പൗലോസ് പറയുന്നത് എന്താണ്? എനിക്ക് വേണ്ടോളം ഉണ്ട്, ഞാൻ ഇപ്പോൾ സമൃദ്ധിയായിരിക്കുന്നു, സകലതും എനിക്കുണ്ട്. എന്തുകൊണ്ടെന്ന് എങ്ങനെ പറയുന്നത്? ഇങ്ങയുടെ എന്തെങ്കിലും ഉണ്ടായിട്ട് വല്ലതും പറയുന്നതാണോ? പൗലോസിൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം ഞാൻ പറയും, ഈയിടെ ഒരാൾ പറഞ്ഞ കാര്യമാണ്. പൗലോസിൻ്റെ പിതാവ് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച്, അതായത് പൗലോസിൻ്റെ പിതാവിനെ കുറിച്ചൊന്നും അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ റൈറ്റിങ്സ് ഓഫ് മെനി പീപ്പിൾ, അദ്ദേഹം ഭയങ്കര ഒരു വ്യവസായിയായിരുന്നു. ഹി വാസ് എ ബിഗ് ബിസിനസ് മാൻ. ആ കാലയളവിലെ ഭയങ്കര വ്യവസായിയായിരുന്നു. ആൻഡ് ഹി ഓൺ മെനി ഷിപ്സ്. ഇക്കാലത്ത് നമ്മൾ ഒരു കപ്പലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അനേക കപ്പലുകളുടെ ഉടമസ്ഥനായിരുന്ന വലിയ ഒരു വ്യാപാരിയായിരുന്നു ആര്? പൗലോസിൻ്റെ അപ്പൻ. അവിടെ നിന്ന് ഈ മനുഷ്യൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞിട്ട് അടിയും കൊണ്ട് തൊഴിയും കൊണ്ട് ജീവൻ കളഞ്ഞ് പ്രവർത്തിച്ച്
ഒത്തിരി കഷ്ടപ്പെട്ട് ഏറ്റവും ഒടുവിൽ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുക, മോനെ ഞാൻ ത്രോവാസിൽ ഒരു പുതപ്പ് വെച്ചിട്ട് പോന്നിട്ടുണ്ട്, പിന്നെ എൻ്റെ ചുരുളുകളുണ്ട്, ബൈബിളിൻ്റെ കുറച്ച് പോർഷൻസ്, നീ പോരുമ്പോൾ അതുകൂടെ എടുത്തുകൊണ്ട് പോരണേ. പുതപ്പേ, കാര്യം എന്നാ, ശീതകാലത്തിന് മുമ്പേ നീ വരണം. വിൻ്ററായി, വിൻ്ററിൽ ഇവിടെ വേണ്ടത്ര ഐ ഡോണ്ട് ഹാവ് ഇനഫ് വാം ക്ലോത്ത്സ്, അതുകൊണ്ട് നീ ആ പുതപ്പ് ഒന്ന് കൊണ്ട് തരണം. തുടങ്ങിയത് എവിടുന്നാ? കപ്പലേന്ന്. നിന്നതെവിടാ? പുതപ്പേര്. ഇന്നത്തെ പൗലോസൊക്കെ പുതപ്പേ തുടങ്ങി കപ്പലെ തീർക്കുന്ന പാട്ടുകളാണ്. ഇന്ന് തുടങ്ങുന്നത് പുതപ്പേരും നിർത്തുന്നത് കപ്പലേരുവാ. എന്നിട്ടും പറയുന്നത് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. പാവം പൗലോസൊക്കെ വിശ്വാസമില്ലായിരുന്നു ബ്രദറെ. പൗലോസ് എന്തുകൊണ്ട് അവസാനം ഒരു പുതപ്പ് പോലും ഇല്ലാതെ മരിക്കേണ്ടി വന്നത്? വിശ്വാസമില്ലായിരുന്നു. ഞാൻ വിശ്വസിച്ചു, കർത്താവ് എനിക്ക് തന്നു. പൗലോസ് വിശ്വസിച്ചില്ല അല്ലേ? സംതൃപ്തി. അപ്പോൾ ദാരിദ്ര്യം, ഒന്നാമത്തേത് സ്വാഭാവികമായ ദാരിദ്ര്യം, അത് പരിതാപകരമായ അവസ്ഥയാണ്. രണ്ടാമത്തേത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം, അത് നികൃഷ്ടമായ ദാരിദ്ര്യമാണ്. മൂന്നാമത്തേത് തെരഞ്ഞെടുക്കുന്ന ദാരിദ്ര്യമാണ്. പോവർട്ടി ചൂസ് ചെയ്യുകയാണ്. ആ ചൂസ് ചെയ്യുന്നെന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ട്, അർത്ഥവ്യത്യാസമുണ്ട്. ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇപ്പം അസറ്റിസം ഒക്കെ ഉണ്ടല്ലോ. അസറ്റിസം എന്താണ്? അവർ ദരിദ്രരായിട്ടേ ജീവിക്കത്തുള്ളൂ. ദാരിദ്ര്യം തെരഞ്ഞെടുക്കുകയാണ്. ഇപ്പം ജൈന സന്യാസിമാരൊക്കെ അവർ ദാരിദ്ര്യം, അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അവർ ഈവൻ ദിഗംബരൻ, ചിലരാണെങ്കിൽ ശ്വേതാംബരന്മാരാണ്, അവർ വെള്ള വസ്ത്രം ധരിക്കുന്നു. ദിഗംബരന്മാർ വസ്ത്രം പോലും ധരിക്കുന്നില്ല. നമ്മൾ വസ്ത്രം ധരിക്കുന്നതിനുള്ള കളിയാക്കി പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. അതവർ കാണിക്കുന്ന ത്യാഗമാണ്. അവർ ഷേവ് ചെയ്യത്തില്ല, അതിന് പകരം രോമമൊക്കെ വലിച്ചു പറിച്ച് കളയുക. ഐ ഹാവ് സീൻ, ഞാൻ ദിഗംബർ ജെയിൻസിൻ്റെ ലോക ഗുരുവിനെ വിദ്യാസാഗർ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അയാളുമായിട്ട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. അയാൾ ഒരു ബ്രാഹ്മിൻ കൺവേർട്ടാണ്, ബ്രാഹ്മിൻ അങ്ങോട്ട് കൺവേർട്ട് ആയതാണ്, PhD കാരനാണ്. അതിനുശേഷം അയാൾ ചൂസ് ചെയ്തതാണ്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ കഷ്ടത, അവരുടെ ഏറ്റവും വലിയ ഒടുവിലത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവരെല്ലാം ഉപേക്ഷിച്ച് ഒടുവിൽ അവർ ഭക്ഷണം ഉപേക്ഷിച്ച്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഉപേക്ഷിച്ചാണ് അവർ മരിക്കുന്നത്. അതൊരു വലിയൊരു വേർച്യുവായിട്ടാണ്, അത് വലിയൊരു കാര്യമായിട്ട് അവർ കണക്കാക്കുന്നത്. അപ്പം അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാ? അവർക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് മോക്ഷം കിട്ടാനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ യേശു കർത്താവ് തനിക്ക് മോക്ഷം കിട്ടാനായിട്ടല്ല ദരിദ്രനായത്. യേശു കർത്താവ് നമ്മെ, അവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ പ്രത്യേകത നമ്മളവിടെ കാണുന്നത്. അതാണ് എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നനാക്കേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ ഓർക്കുമല്ലോ. അപ്പൊ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് ഇവിടെ. എന്ത്? അവൻ ദരിദ്രനായി തീർന്നു. എന്തുകൊണ്ട്? നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി. അവനത് ചൂസ് ചെയ്തതാണ്. എന്തിന് ചൂസ് ചെയ്തു? മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി, നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി. അതാണ് തെരഞ്ഞെടുക്കുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത്. തെരഞ്ഞെടുക്കുന്ന ദാരിദ്ര്യം. അപ്പം അതിനകത്ത് വേറൊരാൾ ആകുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ, എനിക്കറിയാവുന്ന ചില ആളുകളുണ്ട്, അവർക്ക് 2 ജോഡി ഡ്രസ്സേ ഉള്ളൂ. 2 ജോഡി ഡ്രസ്സുള്ള പല ആളുകൾ എനിക്കറിയാം. ഒന്ന് ഉപയോഗിക്കാനില്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിട്ടും അല്ലെങ്കിൽ 2-3 ജോഡി. അവർ ഭയങ്കര സിമ്പിളായിട്ട് ജീവിക്കത്തുള്ളൂ. സിമ്പിളായിട്ട് അവർ ജീവിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അവർ ചിന്തിക്കുന്നത് അത് എന്തോ ഒരു മഹത്തായ കാര്യമാണെന്നാണ്. അത് ഞാൻ അവരുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് മുഖേന ആരും സമ്പന്നനാകുന്നൊന്നുമില്ല. എന്നാൽ അതേസമയം നമുക്കെല്ലാവർക്കും, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആണല്ലോ, അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമുക്കൊരു 5-6 ജോഡി ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അത്ര കൂടുതലൊന്നുമല്ല. ഒരു 6 ജോഡിയോ 8 ജോഡിയോ ഡ്രസ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത്ര കൂടുതലൊന്നുമല്ല. പക്ഷേ നമ്മൾ 1 ജോഡി ഡ്രസ്സ് തന്നെ തികച്ചില്ലാത്ത ഒരാളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന വെക്കുക, നമ്മളൊരു 3 ജോഡി ഡ്രസ്സ് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ 5 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 6 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു, 3 ജോഡി ഡ്രസ്സ് വേറൊരാൾക്ക് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മളിൽ എത്രയേ ഉള്ളൂ? 3 ജോഡി ഡ്രസ്സേ ഉള്ളൂ. പക്ഷേ ഈ 3 ജോഡി ഡ്രസ്സ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ദാരിദ്ര്യത്തിലാണ്, പക്ഷേ ആ നിങ്ങൾ ദാരിദ്ര്യം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് 6 ജോഡി ഡ്രസ്സ് കൊണ്ട് നടക്കാമായിരുന്നല്ലോ. ആരും നിങ്ങൾ മോട്ടിച്ചൊന്നുമല്ല, നിങ്ങൾക്ക് 6 ജോഡി ഡ്രസ്സുമായിട്ട് നടക്കാമായിരുന്നു. പക്ഷേ
മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ 3 ജോഡി ഡ്രസ്സ് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ദാരിദ്ര്യം എന്ത് ചെയ്യുമായിരുന്നു? ചൂസ് ചെയ്യായിരുന്നു. കാരണം അത് മുഖേന വേറെ ഒരാൾ എന്തായിത്തീർന്നു? സമ്പന്നൻ ആയിത്തീർന്നു. അതാണ് ഇവിടെ യേശു കർത്താവ് പറയുന്ന തെരഞ്ഞെടുക്കുന്നത്. അവൻ തെരഞ്ഞെടുത്തതായ ദാരിദ്ര്യമാണ്. തെരഞ്ഞെടുത്തു. അവൻ നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടി അവൻ ദാരിദ്ര്യം തെരഞ്ഞെടുത്തു. അപ്പോൾ ആ ഒരു ദാരിദ്ര്യം നമ്മൾ ചൂസ് ചെയ്യുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ ദാരിദ്ര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ 1, സ്വാഭാവിക ദാരിദ്ര്യം പരിതാപകരമാണ്. 2, എന്താ, ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം നികൃഷ്ടമാണ്. തെരഞ്ഞെടുക്കുന്ന മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടി നമ്മൾ ദാരിദ്ര്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് ഉത്കൃഷ്ടമാണ്. അതാണ് യേശു കർത്താവ് ചെയ്തത്. മറ്റുള്ളവരെ സമ്പന്നനാക്കാൻ വേണ്ടി നമ്മളെ തന്നെ ദരിദ്രരാക്കി തീർക്കുന്ന ഒരു സ്റ്റേജ്. ദാറ്റ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ. അല്ലാത്ത ഒരു കാര്യം, അതായത് നമ്മൾ ദരിദ്രരാകാതെയുള്ള കൊടുപ്പുണ്ടല്ലോ, അതായത് എക്സസിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിനകത്ത് വലിയ മാഹാത്മ്യമൊന്നുമില്ല. ഇതിപ്പം നമ്മളിപ്പം ചിലപ്പം എന്താണെന്നറിയാമോ, ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, പഴയ തുണി വല്ലതും വേണോ? എന്നാ അവർ 10-60 ജോഡി സാരിയും എല്ലാം കിടപ്പുണ്ട്, ഈ പുതിയത് കുറച്ച് വാങ്ങിച്ചൊന്ന് ഇടണമെങ്കിൽ സ്ഥലം വേണ്ടായോ? അപ്പോൾ അതുകൊണ്ട് ഒരു 10-20 എണ്ണം അങ്ങ് 60 എണ്ണം കിടപ്പുണ്ട്, ഒരു 20 എണ്ണം അങ്ങ് കൊടുത്തേക്കാമെന്ന് വെച്ചിരിക്കുക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് കൊള്ളാത്തത് നോക്കിയാൽ കൊടുക്കത്തുള്ളൂ, കൊള്ളാതെ നോക്കി കൊടുക്കത്തില്ലല്ലോ. ഉപയോഗിക്കാത്ത 20 എണ്ണം കൊടുത്തേച്ച് 30 എണ്ണം കൂടെ വാങ്ങിക്കാൻ വേണ്ടി പഴയ ഡ്രസ്സ് വല്ലതും വേണമെന്ന്. നിങ്ങളൊക്കെ അവിടെ സുവിശേഷ വേല ചെയ്യല്ലയോ ഒറീസായിലും ബീഹാറിലും ഒക്കെ, എന്നാൽ പിന്നെ കുറച്ച് പഴയ തുണി തന്നു വിട്ടേക്കാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതുകൊണ്ടൊക്കെ സ്വർഗത്തിൽ കണ്ട് പ്രതിഫലം കിട്ടുമെന്ന്? നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ഒന്നും കിട്ടാൻ പറ്റില്ല. കാര്യം നിങ്ങൾ സ്പേസ് ഉണ്ടാക്കുകയുള്ളായിരുന്നു, അല്ലാതെ വേറെ ഒന്നുമല്ല, ഇല്ലേ? അതിനെക്കുറിച്ച് പറയുന്നത് when you are giving away from your excess, you are not helping that person, rather he is helping you to find space. അവൻ നിങ്ങളെ സഹായിക്കുക, ഇല്ലെങ്കിൽ ഇത് എവിടെ കൊണ്ടുപോകും? നിങ്ങൾ ആർക്കാണ്ട് നിങ്ങളുടെ വീട്ടുകാരോ കൂട്ടുകാരോ ആരെങ്കിലും 15 പേരോ 20 പേരോ വീട്ടിൽ വരുമെന്ന് പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കി, അവർ പെട്ടെന്ന് പറഞ്ഞ് വരുന്നില്ല എന്ന് പറഞ്ഞ് 25 പേർക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കി വെച്ചു. അന്നേരം ആ ഒരു ഭിക്ഷക്കാരൻ അതുവഴി വരുന്നത് അവനെ മൂക്ക് മുട്ട തീറ്റിച്ചിട്ട് പറയുകയാണ്, ഓ അവനും തിന്നട്ടെ പാവം. എന്തോന്ന് പാവം, അവൻ തിന്നില്ലാതെ നിങ്ങളിത് എവിടെ കൊണ്ട് കളഞ്ഞേനെ. അപ്പോൾ അവൻ തിന്നുന്നത് കൊണ്ട് നിങ്ങളെ സഹായിക്കുക, അല്ലാതെ നിങ്ങൾ അവനെ സഹായിക്കുകയൊന്നുമല്ല. എക്സസിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ സഹായിക്കുകയാണ്, അല്ലാതെ നമ്മൾ അവരെ സഹായിക്കുകയല്ലെന്ന് ആലോചിക്കണം.